ഒന്നാമത്തെ ലാബ് വാല്യൂ ഓഫ് ഫംഗ്ഷൻസിലെ ചോദ്യം. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് കമാൻഡ് തന്നിട്ടുണ്ട്, ഇത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എസ് ക്യു ആർ ടി എക്സ് എന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് എ വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.01. നമ്മളോട് ഒരു സ്ലൈഡർ ഉണ്ടാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മിനിമം -10ഉം മാക്സിമം 10ഉം ഇൻക്രിമെൻറ്റ് 0.1ഉമാണ്. നമ്മൾ സ്ലൈഡർ ടൂൾ എടുക്കുന്നു, ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. മിനിമം -5 എന്നുള്ളത് മാറ്റിയിട്ട് -10 എന്നാക്കുന്നു. മാക്സിമം 5 എന്നുള്ളത് മാറ്റിയിട്ട് 10 എന്നാക്കുന്നു. ഇൻക്രിമെൻറ്റ് 0.1 എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് എ എന്ന സ്ലൈഡർ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, പ്ലോട്ട് ദ പോയിൻ്റ് എ ഈക്വൽ ടു a,0, ബി ഈക്വൽ ടു a,f of a ആൻഡ് സി ഈക്വൽ ടു 0,f of a. ഈ പോയിൻറ്റുകൾ ഓരോന്നായിട്ട് വേണം നമ്മൾ പ്ലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യമേ നമ്മൾ കൊടുക്കുന്ന പോയിൻ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു a,0 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് എ എന്ന പോയിൻ്റ് കിട്ടി. അടുത്തതായിട്ട് ക്യാപിറ്റൽ ഈക്വൽ ടു a,f of a പോയിൻ്റ് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അടുത്തതായിട്ട് ക്യാപിറ്റൽ സി ഈക്വൽ ടു 0,f of a എൻ്റർ അടിക്കുന്നു. ഈ 3 പോയിൻറ്റുകളും നമുക്കിവിടെ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് ബി സി. എ ബിയും ബി സിയും ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിൻ്റെ കൂടെയുള്ള സെഗ്മെൻറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നു. എയിൽ ക്ലിക്ക് ചെയ്യുന്നു, ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എ ബി കിട്ടും. വീണ്ടും ബിയിൽ ക്ലിക്ക് ചെയ്ത് അടുത്തതായി സിയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബി സി കിട്ടും. അങ്ങനെ നമ്മൾ എ ബിയും ബി സിയും വരച്ചു. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. എഫിനും എക്കും വേണ്ടിയിട്ട് ഇൻപുട്ട് ബോക്സുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡർ ടൂളിൻ്റെ കൂടെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഇൻപുട്ട് ബോക്സ് ടൂൾ ഉപയോഗിക്കുന്നു. നമ്മൾ ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 2 ഇൻപുട്ട് ടൂളുകൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ഇൻപുട്ട് ബോക്സുകൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എഫിനും എക്കും വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എഫിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നു. നമ്മൾ എഫ് എന്ന ക്യാപ്ഷൻ്റെ അവിടെ കൊടുക്കുന്നു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എഫിന് വേണ്ടിയിട്ടൊരു ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. വീണ്ടും അടുത്തതായി ഒന്നുകൂടി നമ്മൾ ഇൻപുട്ട് ബോക്സ് ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. എക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ക്യാപ്ഷൻ എന്നുള്ളത് നമ്മൾ എന്ന് കൊടുക്കുന്നു. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എ ഈക്വൽ ടു 1 എന്നുള്ള ആ സ്ലൈഡറിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് എക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സും കിട്ടിയിട്ടുണ്ട്. അടുത്തതായി രണ്ടാമത്തെ ചോദ്യം. ഇപ്പോൾ നമ്മൾ ആപ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ എഴുതണം കൺസ്ട്രക്ട് ദ ആപ്ലെറ്റ്. 3 മാർക്കിൻ്റെ ചോദ്യമാണിത്. അടുത്തതായി രണ്ടാമത്തെ ചോദ്യം, യൂസിങ് ദ എബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 3.4. ഈ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 3.4ൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഫംഗ്ഷൻ റൂട്ട് എക്സ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3.4 കാണുന്നതിന് വേണ്ടിയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 3.4 എന്ന് എടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന എ എന്ന സ്ലൈഡറിൻ്റെ വിലയാണ്. അപ്പോൾ ആ സ്ലൈഡറിന് നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ 3.4 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബിയുടെയോ സിയുടെയോ വൈ കോർഡിനേറ്റാണ് ആൻസർ. അതായത് 1.84 എന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 3.4ൻ്റെ വാല്യൂ. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചേഞ്ച് ദ സ്ലൈഡർ 3.4 സ്ക്വയർ റൂട്ട് ഓഫ് 3.4 ഈക്വൽ ടു 1.84 ഫ്രം ദ വൈ കോർഡിനേറ്റ് ഓഫ് ബി ഓർ സി. അങ്ങനെയാണ് നമുക്ക് ആ ആൻസർ കിട്ടുന്നത്. മൂന്നാമത്തെ ചോദ്യം, യൂസിങ് എബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 7.7 ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്. സൈൻ 7.7ൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ അവിടെ നമ്മൾ സൈൻ എക്സ് എന്ന് കൊടുക്കണം. അതിനുശേഷം എയുടെ സ്ഥാനത്ത് 7.7 എന്നും കൊടുത്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് സിയുടെ അല്ലെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റായിട്ട് സൈൻ 7.7ൻ്റെ വാല്യൂ കാണാൻ പറ്റും. അത് നമ്മളിവിടെ കാണുന്നത് 0.99 എന്നാണ്. അപ്പോൾ ഇവിടെ മെത്തേഡായിട്ട് എഴുതിയിരിക്കുന്നത് ചേഞ്ച് ദ ഫംഗ്ഷൻ ടു സൈൻ എക്സ്, ചേഞ്ച് ദ സ്ലൈഡർ ടു 7.7 ഫ്രം വൈ കോർഡിനേറ്റ് ഓഫ് ബി ഓർ സി. സൈൻ 7.7 ഈക്വൽ ടു 0.99 എന്ന് നമ്മൾ ആൻസർ കാണാൻ പറ്റും. അടുത്തതായി അടുത്ത ചോദ്യം,
നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 3⁴.4. അതിൻ്റെ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. 3⁴.4ൻ്റെ വാല്യൂ കാണാനും അതിൻ്റെ മെത്തേഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ അവിടെ നമുക്ക് 3⁴x എന്ന് എടുത്തിട്ട് എയുടെ വാല്യൂ 4.4 എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഫംഗ്ഷൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്ന 3⁴x, 3 ഷിഫ്റ്റ് 6 x, 3⁴x എന്ന് നമ്മൾ ഫംഗ്ഷൻ്റെ അവിടെ കൊടുത്തു. വീണ്ടും എയുടെ അവിടെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് 4.4 എന്നാണ്. 4.4 എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3⁴x എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എക്സിൻ്റെ വാല്യൂ 4.4 എന്ന് വന്നപ്പോൾ വന്നിരിക്കുന്ന y വാല്യൂ, അതായത് ബിയുടെയോ സിയുടെയോ y കോർഡിനേറ്റ് 125.7 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ ആൻസർ നമ്മൾ എഴുതുന്നു. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ 3⁴x എന്ന് എടുത്തിട്ട് എയുടെ അവിടെ 4.4 എന്ന് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷനെ x⁴.4 എന്ന് എടുത്തിട്ട് എയുടെ അവിടെ 3 എന്ന് കൊടുത്താലും നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ആൻസറുകളെല്ലാം നമ്മൾ കൃത്യമായിട്ടും ആൻസർ പേപ്പറിനകത്ത് എഴുതേണ്ടതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.